സിറോ മലബാർ സഭയുടെ നിലപാടുകൾ വളരെ കൃത്യമായി ഞങ്ങൾ ആദരണീയനായ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇത് നിരന്തരം പറയുന്ന കാര്യമാണ്. അതിലപ്പുറം ഇവിടെ വീണ്ടും ആവശ്യപ്പെടാനുള്ള കാര്യം നിയമം കൃത്യമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചാൽ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കുമ്പോഴാണ് ഗവൺമെന്റിന് ഇരട്ടത്താപ്പില്ല എന്നുള്ളത് ഈ വോട്ട് കിട്ടുക, ഇപ്പൊ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇപ്പോൾ BJP-യുടെ വിലയിരുത്തലായി വന്നത് എന്നൊക്കെ രാഷ്ട്രീയമാണ് എങ്കിൽ പോലും അതൊക്കെ കൃത്യമായ അജണ്ടയോടെയാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ വിഷയത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള കടമയുണ്ട്. അവർ ആ കടമ നിറവേറ്റണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് സിറോ മലബാർ സഭയുടെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ സെക്കൻഡ് കൊണ്ട് പറയാം. ഈ പീഡനങ്ങൾ കൊണ്ട് തളർന്നു പോകാനാണെങ്കിൽ നീറോയുടെ കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ കൊളോസിയത്തിലോ അവസാനിക്കേണ്ട ഒരു മതമായിരുന്നു ക്രിസ്തു മതം. അത് 2025 വർഷത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പീഡനങ്ങളെയല്ല, ഇതിലും വലിയ പീഡനങ്ങളെ നേരിട്ടാലും ക്രിസ്തുവിന്റെ സന്ദേശത്തെയോ ക്രിസ്തുമസിന്റെ സമാധാനത്തിന്റെ സദ്വാർത്തയോ അത് തകർക്കാനോ തടയാനോ ആർക്കും സാധിക്കുകയില്ല എന്നുകൂടി പറയാൻ സ്നേഹപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്.